ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള റെസിപ്രോക്കൽ വിപരീത ഭിന്നങ്ങൾ എന്ന അധ്യായമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും റെസിപ്രോക്കൽ എന്താ നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ആദ്യം അതൊന്ന് എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ 6 എന്ന നമ്പർ എഴുതി. ആ 6 എന്ന നമ്പറിനെ നമുക്ക് ഭിന്ന രൂപത്തിൽ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക? 6/1. ഇനി 7 ആണെങ്കിലോ 7/1, 10 ആണെങ്കിൽ 10/1. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ ഈ 6/1 അല്ലെങ്കിൽ 6ന്റെ റെസിപ്രോക്കൽ 6 നമ്മൾ എങ്ങനെ എഴുതുക? 6/1. അത് റെസിപ്രോക്കൽ ആകുമ്പോൾ തിരിച്ചെഴുതുക 1/6, 1/6. അപ്പോൾ 7/1 ആണെങ്കിൽ 1/7, 10/1 ആണെങ്കിൽ 1/10. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക? റെസിപ്രോക്കലുകൾ എഴുതുക. ആ റെസിപ്രോക്കലുകൾ എഴുതുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം അതിനെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ, താഴ്ഭാഗം ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയും. ഇനി ഇതിൽ എന്നോട് ചോദിക്കുകയാണ് 4ന്റെ റെസിപ്രോക്കലിനെ തമ്മിൽ ഗുണിച്ച് നോക്കാൻ. അതായത് 4 നമ്മൾ എങ്ങനെ എഴുതുക? 4/1. ഇതിന്റെ റെസിപ്രോക്കൽ എന്താ? 1/4. അവ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉത്തരം എത്ര കിട്ടുക? 1 ആയിരിക്കും കിട്ടുക. അപ്പൊ 4 × 1 4 1 × 4 4. അപ്പോൾ ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം 1. ഇനി 8ന്റെ റെസിപ്രോക്കൽ തമ്മിൽ ഗുണിക്കുക. 8നെ 8/1 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/8 സമം 1 × 8 8 1 × 8 8 ഈക്വൽ ടു 1. അപ്പോൾ ഒരു നമ്പറിനെ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉത്തരം എത്രയാണ് കിട്ടുക? 1 ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പേജ് നമ്പർ 64 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി പേജ് നമ്പർ 64 ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. സ്ക്രീനിൽ എന്ത് ചെയ്യാം? ചോദ്യം ഷെയർ ചെയ്യാം. സുമയുടെ കയ്യിൽ 16 രൂപയുണ്ട്, സഫീറിന്റെ കയ്യിൽ 4 രൂപയും. അപ്പൊ എങ്ങനെ വഴി എഴുതുക? സുമയുടെ കയ്യിലുള്ള തുക, അതുപോലെ സഫീറിന്റെ കയ്യിലുള്ള തുക എത്രയാണ്? സുമയുടെ കയ്യിൽ 16 രൂപ, സഫീറിന്റെ കയ്യിൽ 4 രൂപ. ഇംഗ്ലീഷ് മീഡിയം ഞാൻ ഒന്ന് എഴുതാം, അത് അവസാനം നിങ്ങൾക്ക് എഴുതി കാണിക്കാം. ഇനി നമ്മുടെ ചോദ്യം ചോദിക്കുന്നത്, ഒന്നാമത്തെ ചോദ്യം, സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര ഭാഗമാണ് സഫീറിന്റെ കയ്യിലുള്ളത്? സുമയുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതിന്റെ എത്ര ഭാഗം ആണ് സഫീറിന്റെ കയ്യിലുള്ളത്? ഭാഗമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര രൂപയാണ്? 16. 16ന്റെ 4 ഭാഗമായിരിക്കും ആരുടെ കയ്യിലുണ്ടാവുക? സഫീറിന്റെ കയ്യിലുണ്ടാവുക. സുമയുടെ കയ്യിൽ മൊത്തം 16 രൂപ, അതിൽ 4 ഭാഗം, മൊത്തം 16 രൂപയില് 16 4 ഭാഗമായിരിക്കും ആരുടെ കയ്യിലുണ്ടാവുക? സഫീറിന്റെ കയ്യിലുണ്ടാവുക. അപ്പൊ 16ന്റെ 4/16 ഭാഗമാവും സഫീറിന്റെ കയ്യില്. 16ൽ 4 ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16ൽ 4 ഭാഗം. അപ്പൊ നമ്മളിത് ഇനി എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇതുപോലെ എഴുതാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി ചെറുതാക്കി എഴുതണം. അപ്പൊ അത് ചെറുതാക്കി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 4 ഉണ്ട്. അപ്പൊ ഈ 16നെ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അപ്പൊ 4 × 4 ആണ് എത്ര? 16 സമം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 4നെ ഈ 2 4നും സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ 4/4 ഇൻറ്റു 4/4 ഇൻറ്റു എത്ര എഴുതും നമ്മൾ? 4 × 1 തന്നെ അർത്ഥം അല്ലേ? 4 × 1. അപ്പൊ 4/4 ഇൻറ്റു 1/4 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം?
ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ 4 വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക, ഇവിടെ 4 × 1 4 എന്ന് പറഞ്ഞ ബാക്കി 1/4 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ നേരത്തെ എഴുതിയ പോലെ 4 × 1/4 × 4 എന്ന് എഴുതുക. ഇനി 4/4 4/4 × 1/4 4/4 എപ്പോഴും എത്ര ആയിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ 1 × 1/4 പറഞ്ഞാൽ 1/4 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം, സുമയുടെ കയ്യിലുള്ളതിൻ്റെ 1/4 ഭാഗമാണ് സഫീറിൻ്റെ കയ്യിലുള്ളത്. ഇതിൽ ഒരു ചോദ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്. ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം. ഒപ്പം ഇംഗ്ലീഷ് മീഡിയം ഇതിൻ്റെ എഴുതിയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം എന്ത് ചെയ്യാം, ഒന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാട്ട് പാർട്ട് ഓഫ് ദ സുമാസ് മണി ഡസ് സഫീർ ഹാവ്. അപ്പോൾ ആദ്യത്തെ വഴി നമുക്ക് എഴുതാം, സുമാസ് മണി ഈക്വൽ ടു 16 rupees. അടുത്തത് സഫീർസ് മണി ഈക്വൽ ടു 4 rupees. അപ്പോൾ അവസാനം നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ എന്താണ്, ഇതേ സ്റ്റെപ്പ് എഴുതുക. അവസാനം സ്റ്റെപ്പ് മാറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ മാറ്റി എഴുതാം. സഫീർ ഹാവ് 1/4 പാർട്ട് ഓഫ് സുമാസ് മണി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇംഗ്ലീഷ് മീഡിയം ആദ്യം ചെയ്യാം നമുക്ക്. ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാവ്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വഴി എഴുതണം. അപ്പോൾ ആദ്യം വഴി എഴുതാൻ വേണ്ടിയിട്ട് നേരത്തെ ഈ 2 വഴികൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണ്ട, ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതണ്ട. സുമയുടെ കയ്യിൽ സഫീറിൻ്റെ കയ്യിലേക്കാൾ എത്ര ഇരട്ടി പൈസ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര ടൈംസ് ഉണ്ട് എന്ന്. അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം സഫീറിൻ്റെ കയ്യിൽ 4 4 16 ഭാഗമാണ് ആരുടെ കയ്യിലുണ്ടാവുക, സുമയുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ എഴുതിയ പോലെ മാറ്റണം. 16 നമുക്ക് 4 × 4 എന്ന് എഴുതാം. 4 എങ്ങനെ എഴുതാം, 1 × 4. ഇനി ഇവിടെ 4 ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 4/1 4/1 × 4/4 4/1 എത്രയാണ്, 4 4/4 1 1 × 4 4. നമുക്ക് എഴുതാം, സുമ ഹാവ് 4 times of സഫീർസ് മണി. ഇനി മലയാളം മീഡിയം ചോദ്യം ഞാൻ വായിക്കാം. മലയാളം മീഡിയം ചോദ്യം എന്താണ്, സഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്. സഫീറിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതിൻ്റെ എത്ര മടങ്ങ് ടൈംസ് ആണ് സുമയുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തതിന് ശേഷം അവസാനത്തെ വഴി മാത്രം എന്ത് ചെയ്യുക, മാറ്റി എഴുതുക. സഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ 4 മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, വലിയ സഞ്ചിയിൽ 9 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതുക, വലിയ സഞ്ചിയിലെ പഞ്ചസാര. ഷുഗർ ഇൻ ഹെവിയർ ബാഗ് ഈക്വൽ ടു 9 കിലോഗ്രാം. ചെറിയ സഞ്ചിയിൽ 6 കിലോഗ്രാമും. ഷുഗർ ഇൻ സ്മോൾ ബാഗ്.
ചെറിയ സഞ്ചിയിലെ പഞ്ചസാര സമം 6 കിലോ. നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ചെറിയ സഞ്ചിയിലുള്ളതിന്റെ എത്ര മടങ്ങാണ് വലിയ സഞ്ചിയിലുള്ളത്? ചെറിയ സഞ്ചിയിൽ എത്ര ഉണ്ട്? 6. അതിന്റെ എത്ര മടങ്ങാണ് വലിയ സഞ്ചിയില്? അപ്പൊ ചെറിയ ഉള്ളതിന്റെ എത്ര മടങ്ങ്? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ചെറിയ സഞ്ചിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഡിനോമിനേറ്ററിൽ എഴുതുക, ന്യൂമറേറ്ററിൽ വലിയ സഞ്ചിയുടെ അളവ് എഴുതുക. ഇനി എന്ത് ചെയ്യുക? 9/6 നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ 9ഉം 3യും പോണ സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ നോക്കുക. 9 ഏറ്റവും ചെയ്യുമ്പോൾ ചെറിയ നമ്പറിന് ചെയ്തു തുടങ്ങുക. അപ്പം നമ്മൾ 3 എടുത്തു കഴിഞ്ഞാൽ 3 × 3 9, 2 × 3 എത്രയാണ്? 6 ആയി. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം നമ്പേഴ്സ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി എത്ര ഉണ്ടാവുക? 3/2. ഇങ്ങനെ 3/2 വന്നു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ഹരിക്കുക. 3/2. 2 ഒരു 2 അല്ലേ? 3ന് 2 പോയ എത്രയാണ്? 1. അപ്പം നമുക്ക് റിമൈൻഡർ മിച്ചം എത്ര കിട്ടി? 1 കിട്ടി. അപ്പം നമ്മൾ എങ്ങനെ ഉത്തരം എഴുതുക വെച്ചാൽ ആദ്യം കിട്ടിയ ഉത്തരം ഫസ്റ്റ്, പിന്നെ റിമൈൻഡർ, പിന്നെ നമ്മൾ ഹരിക്കാൻ വേണ്ടി ഉപയോഗിച്ച നമ്പർ. അപ്പോൾ 1/2 1/2 1.5 കിലോ ആണ് എന്തിലുള്ളത്? ചെറിയ സഞ്ചിയിലുള്ളതിന്റെ 1.5 മടങ്ങാണ് വലിയ സഞ്ചിയിലുള്ളത്. അപ്പൊ നമുക്ക് എഴുതി അവസാനിപ്പിക്കാം. ചെറിയ സഞ്ചിയിൽ ഉള്ളതിന്റെ 1.5 മടങ്ങാണ് വലിയ സഞ്ചിയിൽ ഉള്ളത്. ഇനി ഇംഗ്ലീഷ് മീഡിയം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എഴുതാം. ചോദ്യം തരുന്നത് ദ വെയിറ്റ് ഓഫ് ഷുഗർ ഈസ് ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ഇൻ ദ ലൈറ്റർ ബാഗ്. അപ്പൊ ഇതേ സെന്റൻസ് നമ്മൾ എന്ത് ചെയ്യുക? സെയിം സ്റ്റെപ്പ് ഇതുവരെ ചെയ്തതിനു ശേഷം സെന്റൻസ് ഞാൻ ഇവിടെ എഴുതാം. ദ ഹെവിയർ ബാഗ് contain 1.5 times sugar of the smaller bag. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഒന്ന് വായിക്കാം. ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ് ദി ഹെവിയർ ബാഗ്? ചോദ്യം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വലിയ സഞ്ചിയിലുള്ളതിന്റെ എത്ര മടങ്ങാണ് ചെറിയ സഞ്ചിയിലുള്ളത്. ഈ ചോദ്യം ചോദിച്ചിട്ട് നേരെ തിരിച്ചിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുക? വലിയ സഞ്ചിയിൽ എത്ര ഉണ്ട്? 9. വലിയ സഞ്ചിയുള്ളതിന്റെ എത്ര ഭാഗമാണ് ചെറിയ സഞ്ചിയിൽ? അപ്പോൾ 9ൽ 6 ഭാഗം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുക? നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്യുക. 6ഉം 9ഉം പോണ സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ പട്ടിക നോക്കുക. അപ്പൊ 2 × 3 6, 3 × 3 9. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെട്ടിക്കളയാം, നേരത്തെ വെട്ടിക്കളഞ്ഞ പോലെ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? 2/3 സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. 2/3 × 3/3 സമം 3/3. ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം എപ്പോഴും എത്ര ആയിരിക്കും? 1. ബാക്കിയുടെ ആരാ ഉണ്ടാവുക? 2/3 × 1. ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഗുണിച്ച സംഖ്യ എത്രയാണോ അത് തന്നെയാണ്. അപ്പൊ 5 × 1 എത്രയാണ്? 5. അതുപോലെ 2/3 × 1 2/3 ആയിരിക്കും. അപ്പൊ നമ്മൾ സെന്റൻസ് അവസാനിപ്പിക്കുകയാണ്. ലൈറ്റർ ബാഗ് കണ്ടെയ്ൻ 2/3 പാർട്ട് ഓഫ് ദി ഹെവിയർ ബാഗ്. മലയാളം മീഡിയം എഴുതാം. വലിയ സഞ്ചിയിൽ ഉള്ളതിന്റെ 2/3 ഭാഗമാണ് ചെറിയ സഞ്ചിയിൽ ഉള്ളത്. ചെറിയ
സഞ്ചിയിൽ ഉള്ളത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 6 കിലോഗ്രാം. ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 6 കിലോഗ്രാം, മറ്റു ഇരുമ്പ് കട്ടയുടെ ഭാരം 26 കിലോഗ്രാം. അപ്പോൾ ചെറിയ കട്ടയുടെ ഭാരം, ചെറിയ കട്ടയുടെ ഭാരം, അതുപോലെ വലിയ കട്ടയുടെ ഭാരം, വലിയ കട്ടയുടെ ഭാരം സമം എത്രയാണ്? 6 കിലോ. ചെറുതിൻ്റെ 6, വലുതിൻ്റെ 26 കിലോ. ഞാൻ മലയാളം മീഡിയം എഴുതിയതിനു ശേഷം ഇംഗ്ലീഷ് മീഡിയം ഒപ്പം ഞാൻ എന്ത് ചെയ്യാം? എഴുതാം. ഇനി ഒന്നാം ചോദ്യം നോക്കാം. ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിന്റെ എത്ര മടങ്ങാണ്? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിന്റെ, വലിയ കട്ടയുടെ ഭാരം എത്രയാണ്? 26. അതിൽ 6 ഭാഗമാണ് ചെറിയ കട്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും വെട്ടി ചെറുതാക്കാം. ചെറുതാക്കുമ്പോൾ 2 × 3 6 എന്ന് കിട്ടും. 26 നമുക്ക് 13 × 2 എത്രയാണ്? 26 എന്ന് കിട്ടും. ഇനി ഈ രണ്ടും ക്യാൻസലാക്കാം. ബാക്കി എത്രയാണ്? 3/13. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. വലിയ കട്ടയുടെ 3/13 ഭാഗമാണ് ചെറിയ കട്ട. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം കൂടി നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ വെയ്റ്റ് ഓഫ് ദി ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദി ഹെവിയർ ബ്ലോക്ക്? അപ്പോൾ നമ്മൾ ഇതേ സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം സെൻറ്റൻസ് എഴുതുക. ദ വെയ്റ്റ് ഓഫ് ദ ലൈറ്റർ block is 3/13 part of the heavier block. രണ്ടാമത്തെ ചോദ്യം, the weight of the heavier block is how much times of the lighter block? അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക വേണ്ടത്? അവസാനം നമ്മൾ ഒരു സെൻറ്റൻസിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ആ സെൻറ്റൻസ് തന്നെ എങ്ങനെയാണെന്ന് പറയാം. ദ വെയ്റ്റ് ഓഫ് ദി ഹെവിയർ ബ്ലോക്ക് ഈസ് 1/3 ടൈംസ് ഓഫ് ദി ലൈറ്റർ ബ്ലോക്ക്. ഭാരം, അതാണ് ചോദ്യം. അപ്പം ഞാൻ 26/6 എന്ന് നമുക്ക് കിട്ടും. ഇനി 6ഉം 26ഉം പോകുന്ന സെയിം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ 6 ഏതിൻ്റെ പോവും? 2ൻ്റെ പോവും. 2 × 3 6. ഇനി 13 × 2 ഗുണിച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും? 2 3 6, ഒരു 2 2 26 കിട്ടി അല്ലേ? അപ്പൊ 2 × 13. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 × 13 2 × 3 ആണ്. ഇവിടെയും 2 ഇവിടെയും 2 ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി 13/3 എന്ന് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഹരിച്ചു നോക്കണം. 13 ഹരിക്കണം 3, 13 ഹരിക്കണം 4, 3 12. 3 2 പോയി കഴിഞ്ഞാൽ 1 പോയാൽ 0. അപ്പൊ നമുക്കിത് എങ്ങനെയാണ്? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ എഴുതുമ്പോൾ ആദ്യം 4, പിന്നെ റിമൈൻഡർ, പിന്നെ ഹരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സംഖ്യ 3. അപ്പൊ 4 1/3 സമം 4 1/3. നമുക്ക് എങ്ങനെ സെന്റൻസ് ആക്കുക? ചെറിയ കട്ടയുടെ 4 1/3 മടങ്ങാണ് വലിയ കട്ട. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ലാസ്റ്റ് സെന്റൻസ്, ദ വെയ്റ്റ് ഓഫ് ദി ഹെവിയർ ബ്ലോക്ക് ഈസ് 1/3 ടൈംസ് ഓഫ് ദി ലൈറ്റർ ബ്ലോക്ക്. ഇനി ഈ പേജിലെ അവസാനത്തെ 4ാം ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം, ഒരു റിബണിന്റെ നീളം മറ്റൊരു ചെറിയ റിബണിന്റെ നീളത്തിന്റെ 2/1/3 മടങ്ങാണ്. ചെറിയ റിബണിന്റെ നീളം വലുതിന്റെ എത്ര മടങ്ങാണ്? അപ്പൊ നമുക്ക് എഴുതാം. വലിയ റിബണിന്റെ നീളം
റിബണിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ചെറിയ റിബണിൻ്റെ 2/3 മടങ്ങ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ഇവിടെ ഈ 2ന്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം 2 × 3 പ്ലസ് 1 × 1 ബൈ 1 × 3. 2 × 3 6. 6 പ്ലസ് 1 ബൈ 3. ഇവിടെ 1 × 2 × 3 6 പ്ലസ് ഇവിടെ എത്രയാണ്? 1/3 അല്ല, 2/3. അപ്പോൾ ഇവിടെ എത്രയും? 2 ആവും. 2. 6 + 2 8/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഭിന്നരൂപത്തിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2/3 മാറ്റിയിട്ട് 8/3 എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ റിബണിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ റിബണിൻ്റെ നീളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. വലിയ റിബണിൻ്റെ 3/8 ഭാഗമാണ് ചെറിയ റിബണിൻ്റെ നീളം. നമുക്ക് എന്ത് ചെയ്യാം? ഒപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും കൂടിയും എന്ത് ചെയ്യാം? എഴുതി വെക്കാം. 4ാമത്തെ ചോദ്യം ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആദ്യം ഒന്ന് എന്ത് ചെയ്യാം? വായിക്കാം. The length of a ribbon is 2/3 times of the length of the smaller ribbon. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ വഴി എഴുതണ്ടേ? വഴി എങ്ങനെ എഴുതുക? ലെങ്ത് ഓഫ് ലാർജ് റിബൺ ഈക്വൽ ടു 2/3 times the length of small ribbon. നമ്മൾ ഇതേപോലെ 2ാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യാണ്? ഇതിനെ മാറ്റി എഴുതി. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് മീഡിയം വീണ്ടും എഴുതുക. എന്നിട്ട് ഈ അവസാനത്തെ സെൻറ്റൻസ് ഞാനൊന്ന് പറഞ്ഞുതരാം. The length of the small ribbon is 3/8 part of the large ribbon. ഇതാണ് 4ാമത്തെ ചോദ്യം. നമ്മളിപ്പോൾ 7ാം ക്ലാസ്സിൽ 4ാമത്തെ അധ്യായം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ഫസ്റ്റത്തെ പാർട്ട്. മുന്നത്തെ പാർട്ടൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.